ഇന്ന് തലക്ക് ഇങ്ങനെ തൊപ്പിയെല്ലാം വെച്ചിട്ട് കാണുന്നില്ല, നമ്മളെ കാസർഗോഡിന്റെ തൊപ്പി, കാസർഗോഡിന്റെ പാളത്തൊപ്പി എന്ന് പറയും. ഓല മടിയുന്നത് ഇത്. ഓല ഇത് കുറച്ചധികം ഉണ്ട്, ചിക്കിച്ചാട ഇത്രയൊന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനും ഇങ്ങനെ ചിക്കിച്ചാടിയെന്ന്. ഈ ചിക്കിച്ചാടിയെന്ന് പറഞ്ഞെങ്കിൽ ഓരോ ഓല നമ്മൾ ഇത്ര ഗ്യാപ്പ് വേണം. ഇവിടെ കണ്ടിട്ടേ അടുത്തടുത്തുണ്ട്. അപ്പൊ അടുത്തടുത്തുണ്ടെങ്കിൽ നമുക്ക് മുടയാൻ ശരിയായില്ല. കഴിഞ്ഞ കൊല്ലം നമ്മ കുറെ പ്ലാസ്റ്റിക് മേടിച്ചിന്, ഇക്കൊല്ലം പ്ലാസ്റ്റിക് മേടിക്കുന്നില്ല, ഓല മടിയാറിഞ്ഞിട്ട്. ഇങ്ങനെ ഞാൻ 3 ഇട്ടിട്ട് മുടയുന്നത്, 3 അല്ലെങ്കിൽ 4 നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇത് ഓല വലിയ ഇതായിട്ട ചണ്ടായിട്ട, മഴ അത്രയല്ലേ വന്നിട്ടു. മഴ നല്ല കൊണ്ടില്ലെങ്കിൽ നല്ലതാട്ടി പൊതിരട്ടി, ഇത് അത്ര പൊതിർന്നിട്ട. ഇത് നമുക്ക് വീണ്ടും കിട്ടിയ ഓലയുടെ അവസ്ഥ ഇങ്ങനത്തെ. പിന്നെ എങ്ങനെ മുടഞ്ഞ പാങ്ങാന്ന്. എന്നാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നോക്കുന്നുണ്ട്. നല്ല ഓല വെള്ളത്തിൽ കൊണ്ടിടണം, തോട്ടിലെല്ലാം കൊണ്ടിട്ടിട്ട് പണ്ടില്ലപ്പി ആക്കല്. ഇപ്പൊ തോട്ടിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് പൊറുത്തിട്ട്, അമ്മക്ക് പിന്നെ പൊറുക്കാനും കഴിയുന്നില്ല, വയസ്സായില്ലേ. ഈ വയസ്സായ അമ്മേനെ ഞാൻ എങ്ങനെ പൊറുപ്പിക്കുന്ന വിചാരിച്ചിട്ട് മയക്കന്നെ ആക്കാൻ വേണ്ട. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഒപ്പിക്കാം. ഓല ഒരാഴ്ച, ഒരു 7 ദിവസം വെള്ളത്തിൽ ശരിക്കും പൊതിരണം. അതിന് ശേഷം എന്ത് നല്ല ഓല മടിയാൻ കഴിയുന്നറിയാം. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഒറ്റയടിക്ക് വലിക്കണം. നല്ല എക്സ്പേർട്ട് ആയിപ്പോ അങ്ങനെ ആക്കല്. ഞാനങ്ങനെ ആക്കിയ ചിലപ്പോ ഓല പറഞ്ഞിട്ട് വരും. ഞാൻ വേഗം ഈ സൈഡ് മുടഞ്ഞിട്ട് കാണിക്കാം. ഇത് നമ്മൾ ഒന്നാമത്തെ സെറ്റ് മുടഞ്ഞു, രണ്ടാമത്തെ ഈ ഭാഗത്ത് മുടഞ്ഞു. നമ്മൾ ഓല നടുക്കെ മുറിയാക്കിയിട്ട് ആക്കണ്ട. നമ്മൾ അങ്ങനെയല്ല മുറിയാക്കുന്നില്ല, നമുക്ക് ഓരോ ഓല ഫുള്ള് വേണം. അപ്പൊ ഇത് ഇത്ര ആയില്ലേ. ഇനി ഇതിനെ മടയേണ്ട എങ്ങനെ പറഞ്ഞെങ്കിൽ ഇനി ഇത് ഈ ഭാഗത്തുനിന്നെല്ലാം വലിച്ച് എല്ലാം റെഡിയാക്കണം. പിന്നെ അങ്ങനെ ആക്കിയിട്ട് ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. നല്ല ഓലക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ അതേപോലെ ഇവിടുന്ന് തന്നെ നമ്മൾ കുറച്ചെണ്ണം വിട്ടിട്ട് ആ വിട്ടതിനെ ഇങ്ങോട്ട്, പിന്നെ ഇതിനെ ഇങ്ങോട്ടേക്ക് വലിക്കണം. ഈന ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. നമ്മളെ ഓല ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ശരിയാവാത്ത കേട്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആകുമായിരുന്നു. മറ്റു ഭാഗത്ത് ഞാൻ ആക്കുമ്പോൾ നേരെ കാണിച്ചു തരാം. ഓല മടിഞ്ഞായി. ഈ ഓല മടിഞ്ഞത് ഒട്ടും പാങ്ങായിട്ടാ കേട്ടോ. നല്ല ഓല കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിട്ട് മുടയാ. ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇത് ഞാൻ ആദ്യം മുടഞ്ഞ ഓല. ഇത് പിന്നെയും പ്രശ്നമില്ല, അത്യാവശ്യം നല്ലുണ്ട്. ഈ ഓല മടിയുന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എടുത്തിട്ട് കാണിച്ചു വരും. ഇതിന്റെ പ്രശ്നമില്ല, ഇത് അത്യാവശ്യം വലുത്. ഇന്ന് ഞാൻ ഓല മുടഞ്ഞല്ലേ. ഇനി അമ്മ എപ്പെങ്കിലും ഓല മുടഞ്ഞ് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാ ഓല മുടഞ്ഞ് കാണിക്കാം. അമ്മ ശരിക്കും പറഞ്ഞു തരുകയും ചെയ്യും. ഞാൻ പിന്നെ അത്ര പറഞ്ഞു തരാൻ എക്സ്പേർട്ട് ആയിട്ട്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.